ഡൽഹി ഗാസിപൂരിൽ മാലിന്യ സംഭരണശാലയിൽ വൻ തീപിടുത്തം. 9 അഗ്നിശമന സേനാ യൂണിറ്റുകളെത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ തീപിടുത്തം? ഇപ്പോൾ തീയണയ്ക്കാനുള്ള ശ്രമം ഏത് ഘട്ടം വരെ എത്തി? ബൽറാം. റീജിത്ത്, ഇന്ന് വൈകിട്ട് ഓടുകൂടിയാണ് നേരിയ തോതിൽ തീ ഈ ഗാസിപൂരിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ കണ്ടത്. തുടർന്ന് തീ അണയ്ക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിലാണ് ഗാസിപൂരിലെ ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രം ഉള്ളത്. വർഷങ്ങളായി ഡൽഹിയിലെ മാലിന്യങ്ങൾ മുഴുവനായും നിക്ഷേപിക്കുന്നത് ഇവിടെയാണ്. ടൺ കണക്കിന് മാലിന്യങ്ങൾ കൂട്ടിയിട്ട ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള ഖരവസ്തുക്കൾ ഉള്ളതിനാൽ തന്നെ തീ ആളിപ്പടരുകയായിരുന്നു അതിവേഗം. ഇപ്പോൾ മണിക്കൂറുകളായും തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെങ്കിലും പൂർണ്ണമായും തീ ഇതുവരെയും അണയ്ക്കാനായിട്ടില്ല. നിലവിൽ 9 അഗ്നിശമന സേനാ യൂണിറ്റുകൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ യൂണിറ്റുകൾ ആവശ്യമെങ്കിൽ അവിടേക്ക് എത്തും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ സംഭവത്തിൽ ആം ആദ്മി പാർട്ടിക്ക് നേരെ വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ക്രിമിനൽ അനാസ്ഥയാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നും ഈ പ്രദേശം ഉടൻ തന്നെ ക്ലിയർ ചെയ്യാമെന്ന് MCD ഉറപ്പു നൽകിയിരുന്നു എന്നുമാണ് BJP ആരോപിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.